നമസ്കാരം. എന്റെ ഒരു വശത്ത് അനന്തമായ ചക്രവാളമാണ്, അനന്തമായ ആകാശമാണ്, മറുവശത്ത് അനന്തമായ ശക്തി ഉൾക്കൊള്ളുന്ന കൂറ്റൻ INS വിക്രാന്ത്. സമുദ്രജലത്തിൽ സൂര്യരശ്മികൾ തിളങ്ങുന്നത് ധീരമായ സൈനികർ കൊളുത്തുന്ന ദീപാവലി വിളക്കുകൾ പോലെയാണ്. രാജ്യഭരണവും ജനക്ഷേമവും രാജ്യത്തിന്റെ ഉന്നതിയും മാത്രം ജീവിതചര്യയാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ ദീപാവലി ആഘോഷത്തിന്റെ ദീപപ്രഭയിലും മധുര പലഹാരങ്ങളുടെ രുചിയിലും ആഘോഷ തിമർപ്പിലാടുമ്പോൾ ഇന്ത്യയിലെ 148 കോടി ജനങ്ങൾക്കും ദീപാവലി ആശംസകൾ അറിയിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പ്രധാനമന്ത്രി തന്റെ പദവി ഉപയോഗിച്ച് രാജകൊട്ടാരങ്ങളിലോ സുഖസൗകര്യങ്ങളിലോ പട്ടുമെത്തയിലോ അല്ല ദീപാവലി ആഘോഷിച്ചത്. മറിച്ച് ഇന്ത്യയുടെ കാവൽക്കാരായി ഉറക്കമിളച്ച് ഇന്ത്യയുടെ അതിർത്തിക്ക് കാവൽ നിൽക്കുന്ന ഇന്ത്യൻ സൈനികർക്കൊപ്പമാണ്. INS വിക്രാന്തിൽ നാവിക സേനാംഗങ്ങൾക്കൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കുറി ദീപാവലി ആഘോഷിച്ചത്. ഗോവ തീരത്താണ് INS വിക്രാന്ത് ഉള്ളത്. സേനാംഗങ്ങൾക്കൊപ്പം ദീപാവലി ആഘോഷിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നുവെന്നും മോദി പറഞ്ഞു. ഇന്ത്യ തദ്ദേശീയമായി ആദ്യമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. INS വിക്രാന്ത് അതിന്റെ പേരുകൊണ്ട് മാത്രം ദിവസങ്ങളോളം പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയത് എങ്ങനെയെന്ന് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വേളയിൽ കര നാവിക വ്യോമസേനകൾ ചേർന്ന് പാകിസ്ഥാനെ മുട്ടുമടക്കിച്ചു. ശത്രുക്കളും യുദ്ധഭീഷണികളും മുന്നിലുള്ളപ്പോൾ സ്വന്തം ശേഷിയിൽ നിന്ന് പൊരുതാൻ കഴിവുള്ളവർക്കായിരിക്കും മുൻതൂക്കമെന്നും മോദി പറഞ്ഞു. എല്ലാ വർഷവും ദീപാവലി സൈനികർക്കൊപ്പമാണ് ആഘോഷിക്കുന്നതാണ് മോദിയുടെ പതിവ്. കഴിഞ്ഞ വർഷം ഇന്ത്യ പാക് അതിർത്തിയിലെ സായുധ സേനാംഗങ്ങൾക്കൊപ്പമായിരുന്നു പ്രധാനമന്ത്രിയുടെ ആഘോഷം. ഇന്ന് രാവിലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് ദീപാവലി ആശംസകൾ നേർന്നു. ദീപങ്ങളുടെ ഉത്സവം നമ്മുടെ ജീവിതത്തെ ഐക്യത്താലും സന്തോഷത്താലും സമൃദ്ധിയാലും പ്രകാശിപ്പിക്കട്ടെ എന്നും സന്തോഷവും സമാധാനവും നമ്മുടെ ചുറ്റും നിലനിൽക്കട്ടെ എന്നും മോദി എക്സ്പോസിൽ കുറിച്ചു. ഉത്സവവേളയിൽ സ്വദേശത്ത് തന്നെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇതൊരു പക്ഷേ പാകിസ്ഥാനുള്ള അവസാന താക്കീത് കൂടിയായിരിക്കണം. നരേന്ദ്രമോദി എന്താണ് മനസ്സിൽ കണക്ക് കൂട്ടുന്നതെന്ന് അദ്ദേഹത്തിന്റെ മൗനത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷേ ആ മൗനം കാട്ടുതീയായി പടർന്ന് പാകിസ്ഥാനെ ഒരിക്കൽ ചുട്ടരിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ സൈനികർ പാകിസ്ഥാന്റെ മണ്ണിൽ മിസൈലുകൾ കൊണ്ട് ദീപാവലിയും വിഷുവും വെടിക്കെട്ടും മാലപ്പടക്കവും ഒക്കെ പല കുറി നടത്താൻ കെൽപ്പുള്ളവരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അതീവ പ്രകോപനപരമായ പരാമർശങ്ങളാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തൊടുത്തുവിടുന്നത്. എല്ലാ തവണത്തെയും പോലെ മോദി അങ്ങേയറ്റം മൗനമായിരിക്കുമ്പോഴും അതിന്റെ പിന്നിൽ ഏറ്റവും ശക്തമായ തിരിച്ചടി ഒരുങ്ങുന്നുണ്ട് എന്ന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇപ്പോൾ ബോധ്യവാന്മാരാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ പേടി സ്വപ്നമായ INS വിക്രാന്തിന്റെ ചുക്കാൻ പിടിക്കുന്ന സൈനികർക്കൊപ്പം നരേന്ദ്രമോദി ഈ ദീപാവലി ആഘോഷിച്ചതിന്റെ പിന്നിലും പാകിസ്ഥാനുള്ള തിരി തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചനയാണോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഇന്ത്യൻ സൈന്യം ലോകത്തിലെ ഏറ്റവും പ്രതിഭാശാലികളും ആത്മവിശ്വാസമുള്ളവരുമായ സേനയായി വളർന്നു കഴിഞ്ഞു. അതിന്റെ പിൻബലമായി നിലകൊള്ളുന്നത് മോദിയുടെ അനർഹമായ നേതൃത്വം തന്നെയാണ്. ഭീകരവാദം, അതിർത്തി സുരക്ഷാ ഭീഷണി, സൈബർ ഭീഷണികൾ എല്ലാം നേരിടാൻ സജ്ജമായ ഇന്ത്യയാണ് ഇപ്പോൾ ലോകത്തിനു മുന്നിലുള്ളത്. ഇതെല്ലാം മോദിയുടെ പ്രതിരോധ ദർശനത്തിന്റെ വിജയമാണ് എന്ന് പറയാതെ വയ്യ. മൊത്തത്തിൽ മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പ്രതിരോധ രംഗത്ത് നേടിയ മുന്നേറ്റങ്ങൾ വെറും എണ്ണിയാൽ ഒടുങ്ങുന്ന വളർച്ചയല്ല, മറിച്ച് ദേശീയ അഭിമാനത്തിന്റെ കൂടെ പുതു ഉണർവാണത്. പാകിസ്ഥാന്റെ ഭീകര രാഷ്ട്രീയം തകർക്കാനും ലോകത്തിന് സമാധാന സന്ദേശം നൽകാനും മോദി എടുത്ത നീക്കങ്ങൾ ഇന്ത്യയെ അഭിമാനപൂരിതമായ പ്രതിരോധ ശക്തിയാക്കി മാറ്റി വളർത്തി. ഈ യാത്രയിൽ മോദിയുടെ ദൃഢനിശ്ചയവും ദേശസ്നേഹവും ഇന്ത്യയുടെ ഭാവി കൂടുതൽ ശക്തവും സുരക്ഷിതവുമായി തീർത്തിരിക്കുന്നു എന്ന് ഓരോ ഭാരതീയനും ദീപാവലി ദിനത്തിൽ ഹൃദയം കൊണ്ട് പറയുന്നുണ്ടാകും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച